പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുവാൻ നിങ്ങളിൽ ആർക്കു സാധിക്കും? ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇന്ന് ഉത്കണ്ഠാകുലനാണ്. ഉത്കണ്ഠ വർദ്ധിക്കുവാൻ കാരണങ്ങൾ ഏറെയുണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക: ജീവൻ നൽകുന്നത് ദൈവമാണ്. അത് നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനും ദൈവം തന്നെ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യരുടെയും കർത്തവ്യം. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് കർത്താവ് പറയുന്നു: നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. സ്നേഹമുള്ളവരെ, ഒന്നാമതായി കർത്താവിന്റെ സന്നിധിയിൽ പശ്ചാത്തപിക്കുവാൻ നാം മറന്നു പോകരുത്. രണ്ടാമതായി, നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി മാത്രം നടത്തുമ്പോൾ നമുക്ക് പ്രതിഫലമില്ല. തിരുവചനം പറയുന്നു: ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ, ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും പിന്തിരിയട്ടെ. നാം വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടി സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ നിഷ്ഫലമായി പോകുകയില്ല. ഈ ബോധ്യമുള്ളവർക്ക് ആകുലരേകേണ്ട ആവശ്യമില്ല. സങ്കീർത്തനത്തിന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും, അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും, അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകളും പ്രവൃത്തികളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പറയാം: കർത്താവേ, ഇത്രത്തോളം അങ്ങനെ നടത്തി, ഇനിയും കരുതണമേ. ഇന്നയോളം എന്നെ നടത്തി, ഓ യേശുവേ, ഇന്നയോളം എന്നെ പുലർത്തി. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഹല്ലേലൂയ. എന്റെ യേശു എത്ര നല്ലവൻ, യേശുവേ, അങ്ങ് എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എത്ര നല്ല ദൈവമാണ്. യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സമൃദ്ധിയായി നമുക്ക് നൽകുവാൻ കഴിവുള്ള ഒരു ദൈവത്തോട് നമ്മുടെ വേദനകളെല്ലാം നമുക്ക് പങ്കുവയ്ക്കാം. അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എത്ര നല്ല ദൈവം. യേശു നല്ല ഇടയൻ. യേശുവേ, നന്ദി കർത്താവേ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എത്ര നല്ലവനാണ്. യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. കർത്താവേ, ഇന്ന് രോഗിയായി കഴിയുന്നവരിൽ ആശ്വാസമായി അങ്ങ് കടന്നു ചെല്ലണമേ. സഹനത്തിന്റെ വേദനയിൽ
എനിക്ക് തണലേകുന്ന എൻ്റെ ദൈവമേ, ഞാൻ അറിയുന്നു അങ്ങനെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കാരണം അവിടുന്ന് വിശ്വസ്തനാണ്. അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്ന കർത്താവേ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, നന്ദി കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. ആമേൻ. കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല. താങ്ക് യു ജീസസ്. ഒരു നാളും ഉപേക്ഷിക്കില്ല. എത്ര നല്ല ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ആമേൻ. ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ. കർത്താവെ, ഞങ്ങളെ മാറോട് ചേർത്ത് ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണം. സ്നേഹത്തിനായി നന്ദി കർത്താവേ. പോൽ താൻ വേഗം വരും. എന്റെ യേശു എത്ര നല്ലവൻ. ആമേൻ. പോയ പോൽ താൻ വേഗം വരും. കർത്താവേ, നന്ദി കർത്താവേ. എന്റെ യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി. ഇന്നയോളം എന്നെ പുലർത്തി. നല്ലവനാണ് എന്റെ യേശു എത്ര നല്ലവൻ. എനിക്കെന്നും മതിയായ കർത്താവേ, എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ. ആമേൻ. ഇന്നേ ദിവസം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.